നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, അതെ, വിശാലിന്റെ മനസ്സറിയാൻ വേണ്ടി നീ നടത്തിയ ശ്രമങ്ങളൊക്കെ ഞാൻ കണ്ടു. എടി, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും വിശാലിന്റെ മനസ്സില് എന്നെ കുറിച്ചുള്ള ധാരണ നിനക്കൊരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല പാർവതി. അത്രത്തോളം സ്വാധീനം ഞാൻ അവനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നീ വിചാരിച്ചാലൊന്നും നശിപ്പിക്കാനാവില്ല. ആ, വേണമെങ്കിൽ നീ ഒന്നൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു നോക്ക്. ഇതെന്റെ ഒരു വെല്ലുവിളിയായി തന്നെ നീ കൂട്ടിക്കോ. പ്രഭാവതി അമ്മയെ ഇത്രയധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വിശാൽ സാറിനെ എങ്ങനെയാ പ്രഭാവതി അമ്മയുടെ വലയത്തിൽ നിന്നും എനിക്ക് മാറ്റിയെടുക്കാനാവുക? എത്ര പെട്ടെന്നാ പാർവതി പ്രതാപനെയും ജാസ്മിനെയും പുറത്താക്കിയത്. എത്ര ബുദ്ധിപരമായിരുന്നു അവളുടെ നീക്കങ്ങൾ. അവളെ സൂക്ഷിക്കണം. പ്രതാപനെയും ജാസ്മിനെയും പുറത്താക്കിയ പാർവതി ഇനി എന്നെ പുറത്താക്കാനും അധികം വൈകില്ല. ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു വലിയ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വരും. ചേച്ചിയാണല്ലോ എന്നെ തിരിച്ചെല്ലാനായിട്ട് വിളിക്കുന്നതാണോ? ഹലോ ഹലോ ചേച്ചി, എന്തായി? ഞാൻ അങ്ങോട്ട് വരട്ടെ? എടാ പ്രതാപ, ഇവിടെ നിന്ന് എനിക്ക് എപ്പോഴാ ഇറങ്ങേണ്ടി വരുമെന്നേ അറിയില്ല. അപ്പോഴാ നീ ഇങ്ങോട്ട് തിരികെ കയറി വരാൻ നോക്കുന്നത്. ചേച്ചി എന്തിനാ ഇപ്പൊ അവിടുന്ന് ഇറങ്ങുന്നേ? അവിടുന്ന് ചേച്ചിയെ പുറത്താക്കാൻ വേണ്ടി പാർവതി എന്തെങ്കിലും പ്ലാൻ ഒരുക്കുന്നുണ്ടോ? എടാ, അവൾക്ക് നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും മനസ്സിലായിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അവള് മിണ്ടാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? 3 ദിവസം, 3 ദിവസമാ അവൾ എനിക്ക് തന്നിരിക്കുന്നത്. അതിനുള്ളിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കുമെന്ന് അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കാടാ. അങ്ങനെ അവള് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അവിടുന്ന് ഇറങ്ങാതെ തരവില്ലേ ചേച്ചി? അതാ പാർവതിയുടെ ഇപ്പോഴത്തെ റേഞ്ച്. പ്രഭാവതി ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിലേ ഈ പ്രഭാവതി മരിക്കണം. ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? എടാ, പാർവതിയെ ഒതുക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു വലിയ പ്ലാൻ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ അവളെ തകർക്കുകയും വേണം, നിന്നെ തിരികെ ഇവിടെ എത്തിക്കുകയും വേണം. അങ്ങനെ എന്തെങ്കിലും പദ്ധതി ചേച്ചിയുടെ മനസ്സിലുണ്ടോ? ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. ദേ, നീ അത് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ശരി ചേച്ചി. ശരി, ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം. ശരി, ഞാൻ പറഞ്ഞതൊന്നും നീ മറക്കാതിരുന്നാ മതി. ശരി. ആ എടാ, നിന്നെ ഞാൻ വിളിക്കാം. നിന്റെ എല്ലാ അഭ്യാസങ്ങളും അറിയാൻ ശേഷിയുള്ളവളാ ഈ പ്രഭാവതി. എടീ, പ്രതാപനെയും ജാസ്മിനെയും ഇവിടുന്ന് ആട്ടി ഓടിച്ചാൽ പ്രഭാവതി തളർന്നു പോകുന്നാണോ നീ കരുതിയത്? അവര് കൂടെ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഈസി ആയിട്ടങ്ങ് അസ്തമിപ്പിക്കാവുന്നാണോ നീ വിചാരിച്ചത്? ഒന്നും നടക്കില്ലടി.
ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും നിന്നോട് എതിർക്കാൻ ഈ പ്രഭാവതി മാത്രം മതി. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പ്രഭാവതി അമ്മ. പക്ഷേ ഒരിക്കലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഉദയന്നൂരമ്മയും ഗായത്രി അമ്മയും എന്റെ കൂടെ ഉള്ളിടത്തോളം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സാധിച്ചെടുക്കില്ല. നിങ്ങളുടെ അനിയനും ജാസ്മിനും പടിയിറങ്ങിയതുപോലെ തന്നെ നിങ്ങളും ഈ കുടുംബത്തിൽ നിന്നും താനെ പടിയിറങ്ങിപ്പോവും. അത് നിന്റെ വ്യാമോഹം മാത്രമാണ് പാർവതി. ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പടിയിറക്കാമെന്ന് നീ കരുതണ്ട. ഇവിടെ നിന്ന് ഇറങ്ങുന്നത് നീയും നിന്റെ അനിയത്തിയും ആയിരിക്കും. ഇതുവരെ കാലം നിങ്ങൾക്ക് അനുകൂലമായിരുന്നെന്ന് കരുതി എന്നും അത് അനുകൂലമായിരിക്കുമെന്ന് ചിന്തിക്കല്ലേ പ്രഭാവതി അമ്മ. കാറ്റ് തിരിഞ്ഞു വീശി തുടങ്ങി. അത് നിങ്ങൾ മനസ്സിലാക്കണം. എടി, എത്ര വലിയ കൊടുങ്കാറ്റായാലും ഈ പ്രഭാവതിക്ക് അത് വെറും നിസ്സാരമാണ്. ഒരു കുളിർ കാറ്റ്. അല്ലാതെ ആ കാറും കോളും കൊണ്ടൊന്നും പ്രഭാവതി അടിപതറി വീടില്ല. നമുക്ക് കാണാം. കാണാൻ പോകുന്നതേ നീയായിരിക്കും. മറച്ചു വെക്കാതെ തന്നെ പറഞ്ഞേക്കാം, നിനക്കെതിരെ പുതിയൊരു ബ്രഹ്മാസ്ത്രം ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. ബ്രഹ്മാസ്ത്രം? അതെടി, അക്ഷരാർത്ഥത്തിൽ അതൊരു ബ്രഹ്മാസ്ത്രം തന്നെയാണ്. അതിനെ തടുക്കാൻ സാധിക്കുമെങ്കിൽ നീ തടുത്തോ. പ്രഭാവതി അമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പുതിയ എന്ത് ചതിയ അവരൊരുക്കിയിരിക്കുന്നത്? വിശാൽ സാറിന് പ്രഭാവതി അമ്മയെ കുറിച്ചുള്ള ധാരണ മാറ്റിയെടുക്കണം. പക്ഷേ എങ്ങനെ അത് സാധിക്കും? വിശാൽ സാർ, സർ, എനിക്ക് അത്യാവശ്യമായിട്ടെ വക്കീലിനെ ഒന്ന് വിളിക്കണം. ഹലോ. ഹലോ സർ. വിശാൽ. വക്കീലെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. പറഞ്ഞോ വിശാൽ. അത് പാർവതിയുടെ പേരിൽ ഇപ്പോഴുള്ള നമ്മുടെ കുടുംബ സ്വത്തുക്കൾ മുഴുവനും എത്രയും പെട്ടെന്ന് പ്രഭാവതി അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.